ഹായ് ഡിയേഴ്സ്. അപ്പം നിങ്ങളിന്ന് കാണുന്നത് രണ്ട് ഐക്കോറ മീൻ കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ. രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണ്. മീൻ കൊടുന്ന മുതൽ പറയാൻ തുടങ്ങിയതാണ്, ഞങ്ങൾക്ക് കൈ പിടിക്കാൻ വേണം, മീൻ കൈ പിടിക്കാൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങളത് അങ്ങോട്ട് കൈ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ നന്ദൂനെയും എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ്, മീനിൻ്റെ വാലുമയൊക്കെ പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. രണ്ടാളും കൂടി മീനിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കണ്ണും വാലൊക്കെ പിടിച്ച് തിരിക്കണമൊക്കെ ഉണ്ട്. എന്നിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്, അതാ കണ്ണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐക്കൂറ മീൻ വെച്ച് നമ്മൾ നല്ലൊരു സൂപ്പർ ഐക്കൂറ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ആ മീനിനെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇവിടെ. അവസാനം അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് മീൻ തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ഭാഗ്യം ആ മീൻ തിരിച്ച് കിട്ടിയത്, അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ രണ്ടാളും നല്ല കുട്ടികളായിട്ട് ഫിഷൊക്കെ നമ്മുടെ ചട്ടിയിൽ കൊടുന്ന് ഇട്ടിട്ടുണ്ട്. 2 ഐക്കോറ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 2 ഐക്കോറയൊക്കെ മതി, അത്യാവശ്യം വലിപ്പമുള്ള ഐക്കോറയാണല്ലോ. അപ്പം നമ്മളിനി അതിനെ ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ വാലും അതേപോലെ എന്താ പറയുക ചിറകും പിന്നെ ചെളുക്കയൊക്കെ കളഞ്ഞെടുക്കണം. നമ്മളതിൻ്റെ തലയൊന്നും യൂസ് ചെയ്യുന്നില്ല, കണ്ണൊന്നൊക്കെ നമ്മൾ മുറിച്ച് കളയുകയാണ് കേട്ടോ. ചിലവർ നമ്മൾ കൂട്ടാനൊക്കെ വെക്കുമ്പോഴൊക്കെ കണ്ണും തലയൊക്കെ എടുക്കും, നമ്മൾ എടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലത്തെ ചെളുക്കയൊക്കെ ഈ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മളിതാ അതിനെ നല്ല സൂപ്പറായിട്ട് നല്ല ഉരച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. മുകളിലത്തെ ചെറിയൊരു തൊലിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചീന്തി കളയണം. നമ്മുടെ ഐക്കോറേനെ നല്ല ക്ലീനാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഐക്കോറേനെ ക്ലീനാക്കി ഒരു ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മസാലക്കൂട്ട്. കുറച്ച് ഒനിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഗാർലിക്ക്, പിന്നെ ജിഞ്ചർ, പിന്നെ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒക്കെ ആവശ്യത്തിനുള്ളത്, മീൻ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം അതും കൂടി നമ്മളൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അരച്ചിട്ടാൽ മതി. നമ്മൾ ബാക്കിലോട്ട് തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടാൽ മതി. നന്നായിട്ട് പൊടിയണ്ട, നന്നായിട്ട് അരയണ്ട കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഇനി നമ്മൾ അരപ്പ് നമ്മുടെ മിക്സ് നമ്മൾ മീനിലോട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ആ മസാലയൊക്കെ നമ്മുടെ ഫിഷിലോട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ഫിഷായിട്ട് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫിഷ് ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമ്മൾ നല്ല മൊരിക്കുന്നില്ല, എന്നാലും ചെറുതായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫിഷ് നന്നായി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.